ടു എലഗൻസ് നമ്മുടെ പുതിയ ഡിസൈറിന്റെ വീഡിയോയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് നല്ല കളേഴ്സ് ആട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ഭയങ്കര വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. അതിൻ്റെ അകത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത്. സെമി സിൽക്കിന്റെ ഫാബ്രിക് ആണ്. മെറ്റീരിയൽ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാനും കംപ്ലൈൻസ് ഒന്നും ഇല്ല, പക്ഷെ കാണാനായിട്ടൊരു സിൽക്കിന്റെ ലുക്കും തോന്നിക്കും. അപ്പോൾ ഇത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആട്ടോ. ഫ്ലോറലിന്റെ പാറ്റേൺ ആണ്, കറക്റ്റ് ഫ്ലോറലല്ല, ഒരു ലീഫ് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് എല്ലാം ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ആ ഒരു കളറിന്റെയും കൂടെ കാണും കേട്ടോ. നമുക്ക് ആ ഒരു ബേസ് കളർ വരുന്നത് വൈറ്റിനോട് ചേർന്ന ഷെയ്ഡ് ആയതുകൊണ്ട് കൊടുത്തിരിക്കുന്ന ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ നന്നായിട്ട് നമുക്ക് എടുത്ത് നിൽക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനും ഉണ്ട്, പിന്നെ ചെറിയൊരു പീച്ചിന്റെ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോഷഡ് ലേസും ഒക്കെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് നല്ല രസമില്ല കളർ കോമ്പിനേഷൻ. ഇതിന്റെ ബോട്ടം ആണെങ്കിലും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയുടെ കളർ. അതിൻ്റെ അകത്ത് ആ ഒരു പ്രിന്റിന്റെ ഒരു ലീഫിന്റെ കളറാണ് നമുക്ക് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട വരുന്നതാണെങ്കിലും ഷിഫോണിൽ സെൽഫ് ഡിസൈൻ പോയിരിക്കുന്ന ഐറ്റമാണ്. ബോർഡർ ടോപ്പിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആട്ടോ. മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു പ്ലസന്റ് ലുക്ക് വരുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് N842, റേറ്റ് 1190, 1190. റേറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും. മെയിൻ ആയിട്ട് ബോട്ടത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പിന്റെ അകത്ത് പിങ്കും ഉണ്ട്, പീച്ചും പിന്നെ ഒരു ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനുള്ള ലീഫാണ് വരുന്നത്. ഇതാണ് ഡിസൈൻ. ഇത് കുറച്ചകലം മറക്കി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കൊരു 47, 48 ഒക്കെ ലെങ്ത് തയ്ക്കാൻ കിട്ടും. ഇത് ആ ഒരു ഫ്രണ്ടിൽ ലേസ് വർക്ക് കൂടെ വന്നേക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്കാട്ടോ. ഈ പ്രൈസിന് നല്ല ഐറ്റമാണ്. ദുപ്പട്ടയുടെ ബോർഡറും സെയിം തന്നെ, ആ ഒരു ഏതാണ് ടോപ്പിന്റെ കളർ അത് വെച്ചിട്ടാണ് ബോർഡർ ചെയ്തിരിക്കുന്നത്. 4 സൈഡിലും ആ ഒരു ബോർഡർ വരും. ബോട്ടം നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡ്, കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ. എല്ലാം സിൽക്കിന്റെ ഒരു ബേസ് ആയതുകൊണ്ട് വാഷ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് N839, റേറ്റ് 1190. നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആട്ടോ. അല്ലേ, ഓരോ കളേഴ്സ് എടുക്കുമ്പോഴും അതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കും. അതങ്ങനെ കളേഴ്സ് എല്ലാം നല്ല വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് നല്ലൊരു സ്കൈ ബ്ലൂവിന്റെ ഒക്കെ ഷെയ്ഡാ കേട്ടോ. ഇതും ടോപ്പിന്റെ അകത്ത് ബ്ലൂവും ഗ്രീനോടെ കോമ്പിനേഷൻ. ഈ ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എവർ ഗ്രീൻ ആണ്. എപ്പോഴും ഏതിൽ ചെയ്താലും ഭയങ്കര രസമാട്ടോ കാണാൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഗ്രീനിന്റെ തന്നെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഗ്രീനും ബ്ലൂവിന്റെയും കൂടെ 2 ഷെയ്ഡ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിട്ട് കേട്ടോ. ധൈര്യമായിട്ട് എടുത്തു. ഇതും വാഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, വാഷ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഒരു സിൽക്കിന്റെ ഫീല് കിട്ടുകയും ചെയ്യും. ദുപ്പട്ടയും പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഫുൾ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട്. ബോർഡറൊക്കെ ചെയ്തേക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ്. 2 സൈഡിലാണോ 1 സൈഡിലാണോ എങ്ങനെ ഇടാനോ അത്യാവശ്യം ലെങ്ത്തും കിട്ടും, കാണാനും മൊത്തത്തിൽ ഭംഗിയാട്ടോ. ഇതിന്റെ നമ്പർ N841, റേറ്റ് 1190. ഫസ്റ്റ് കളറും പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ലാവണ്ടറിന്റെ കോമ്പിനേഷൻ ആട്ടോ. ലാവണ്ടറും ഓനിയൻ പിങ്ക് കൂടെ മിക്സ് ആണ്. അപ്പോൾ ഈ ഒരു 2 കളറോടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ് നമുക്ക് ബോട്ടത്തിന് വരുന്നത്. പറയേണ്ട ആവശ്യമില്ല, നല്ല രസമില്ല കാണാനായിട്ട്. എല്ലാ കളേഴ്സും നല്ല കേട്ടോ. ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് തോന്നും അതാ നല്ലതെന്ന്. എല്ലാ 4 കളറും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. നമ്മളെ മെയിനായിട്ട് ആ ഒരു വൈറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രിന്റിന് അത്രയും നല്ല ഭംഗി കിട്ടുന്നത്. നല്ല ക്ലാരിറ്റി ആട്ടോ, പ്രിന്റിങ്ങിനാണല്ലോ നല്ല ക്ലാരിറ്റിയാണ്. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N840, റേറ്റ് 1190, 1190.